ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പനി വന്നതിന് ശേഷം അവസാനം പനി എൻ്റെ അടുത്തും വന്നു ഗൈസ്. പനി പിടിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത്, വീട്ടിലെ ജോലികൾ ഞാൻ പതുക്കെ ഓരോന്നും എഴുന്നേറ്റ് ചെയ്തപ്പോഴത്തേനും ഞാൻ ഓർത്തു, ഞാൻ വീട്ടിലായിരുന്നെങ്കിലും ഉമ്മച്ചി എൻ്റെ അടുത്ത് നിന്ന് മാറാതെ ഓരോ കാര്യങ്ങളായിട്ട് നടക്കും കേട്ടോ. എനിക്ക് ഫുഡായിട്ടും ഗുളികയായിട്ടും വെള്ളമായിട്ടും ഇടയ്ക്കിടയ്ക്ക് പനിക്കുന്നുണ്ടോ എന്ന് വന്ന് നോക്കുള്ളൂ. ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ ജോലി ചെയ്യുമ്പോഴാണ് ഉമ്മച്ചി ശരിക്കും മിസ്സാക്കിയത്. എന്തൊക്കെയാണ് ചെയ്ത് തീർക്കാനായിട്ടുള്ളത്. കഞ്ഞി വെച്ചു, കറി വെക്കണം, പിന്നെ ഒരാഴ്ചത്തെ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. ആ തുണിയെല്ലാം മടക്കി അലമാരയ്ക്കകത്ത് വെച്ചു. ഞാൻ എന്ത് ജോലി ചെയ്താലും ദൈവം കണ്ടില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. ഞാൻ അടുക്കളയിലാണെങ്കിലും എൻ്റെ കാഴ്ചോട്ട് ഇവൻ കാണും. പിന്നെ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു, ഒരു കരിക്ക് അങ്ങനെ കുടിച്ചു. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്ന് കിടന്നപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് വന്ന് കിടന്നത്. ഇവരിങ്ങനെ തടവി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ തടവി കൊടുത്ത് ഇങ്ങനെ കിടന്നോളും, പാവം കേട്ടോ.